ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിലവിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിവിധ ഭാഷകളിലെ വിവിധ സിനിമകളുടെ കണക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ജൂലൈ 9 വ്യാഴാഴ്ച എത്തിയുള്ള മലയാള സിനിമയാണ് ഐ നോബഡി. പൃഥ്വിരാജ് സുകുമാരൻ നായകനായി നിസാം ബഷീർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ പാർവതി തിരുവോത്ത്, ഹക്കിം ഷാജഹാൻ, അശോകൻ, വിജയരാഘവൻ, നന്ദു എന്നിങ്ങനെയായിരുന്നു പ്രധാനപ്പെട്ട താരങ്ങൾ. ചിത്രം 5ാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 48 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 5 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ 6,18,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. 6ാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 45 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 6 ദിവസം കൊണ്ട് 6,65,00,000 റേഞ്ചിലാണ് ഈ സിനിമ കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. 6 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് 13,50,00,000 റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ജൂലൈ 10 വെള്ളിയാഴ്ച 4K റിലീസായി തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് കിരീടം. മോഹൻലാൽ നായകനായി സിബി മലയിൽ സംവിധാനം ചെയ്ത് ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 5 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 4 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത് 21,40,40,000 രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി സിനിമ 4 ദിവസം കൊണ്ട് നേടിയെടുത്തത് 90,000 രൂപയാണ്. അങ്ങനെ 22,30,30,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ്. 5ാം ദിവസം എന്ന ചൊവ്വാഴ്ച ഈ സിനിമ കേരളത്തിൽ 4,5 ലക്ഷം റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 6 ദിവസം പിന്നിടുമ്പോൾ ഈ സിനിമ കേരളത്തിൽ 26,50,000 റേഞ്ചിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ചിദംബരം സംവിധാനം ചെയ്ത ബാലൻ തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 26 ദിവസമാണ് പിന്നിടുന്നത്. സിനിമ 25ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 8,90,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 18,57,00,000 രൂപയാണ് ആദ്യ 25 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസായി 22,84,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി 35,72,00,000 രൂപയാണ് ഇന്നലെ വരെ സ്വന്തമാക്കിയത്. 26ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച കേരളത്തിൽ 6 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ 26 ദിവസം കൊണ്ട് 18,60,00,000 മുകളിൽ എത്തിച്ചേർന്ന ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി 35,80,00,000 റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ജൂലൈ 3 തിയേറ്ററിൽ നിലവിൽ വിജയം സ്വന്തമായി കഴിഞ്ഞ തമിഴ് സിനിമയാണ് ഗാട്ടാ ഗുസ്തി 2. വിഷ്ണു വിശാൽ, ഐശ്വര്യലക്ഷ്മി എന്നിവർ പ്രധാന താരങ്ങളായി ചെല്ല അയ്യാവ് സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 1,35,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 11 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 96 ലക്ഷം രൂപ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ 11 ദിവസം കൊണ്ട് 34,03,00,000 കളക്ട് ചെയ്ത ഈ സിനിമ കർണാടകയിൽ 2,40,00,000, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 19 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 9 ലക്ഷം എന്നിങ്ങനെ 37,59,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വിദേശത്ത് 7,70,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ആദ്യ 11 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 45,29,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. ജൂലൈ 10 വെള്ളിയാഴ്ച തിയേറ്ററിൽ മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നോട്ട് പോകുന്ന തമിഴ് സിനിമയാണ് ഇതയം മുരളി. ആകാശ് ഭാസ്കരൻ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അഥർവ, പ്രീതി മുകുന്ദൻ, കയാദ് ലോഹർ, മലയാളി താരം ഫഹദ് ഫാസിൽ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ചിത്രം ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 3,25,000 രൂപയാണ് കളക്ട് ചെയ്തത്. 4 ദിവസം കൊണ്ട് 22 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. തമിഴ്നാട്ടിൽ 4 ദിവസം കൊണ്ട് 10,63,00,000 രൂപയും കർണാടകയിൽ 1,19,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 3,20,000 ഉൾപ്പെടെ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 12,18,00,000 രൂപയാണ്. വിദേശത്ത് $4,02,000 അതായത് 3,85,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 4 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 16,03,00,000 രൂപയാണ്. മുരളി കിഷോർ അബ്ബരു തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ജൂലൈ 10 തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് ലെനിൻ. അഖിൽ അഗ്നേനി, ഭാഗ്യശ്രീ ബോൾസെ, സുനിൽ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമയുടെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 4 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ വന്നിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ 16,62,00,000 കളക്ട് ചെയ്ത ഈ സിനിമ തെലങ്കാനയിൽ 15,35,00,000 ഉൾപ്പെടെ ആദ്യ 4 ദിവസം കൊണ്ട് തെലുങ്ക് കളക്ഷനായി മാത്രം 32 കോടി രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. കർണാടകയിൽ 3,44,00,000 കളക്ട് ചെയ്ത ഈ സിനിമ തമിഴ്നാട്ടിൽ 41 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസായി 4 ദിവസം കൊണ്ട് 36,14,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വിദേശത്ത് $8,31,000 അതായത് $7,95,00,000 രൂപയാണ് നേടിയെടുത്തത്. വേൾഡ് വൈഡ് ഗ്രോസായി ആദ്യ 4 ദിവസം കൊണ്ട് 44,09,00,000 രൂപ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. ജൂലൈ 10 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി വമ്പൻ കളക്ഷനുമായി മുന്നോട്ട് പോകുന്ന ബോളിവുഡ് സിനിമയാണ് ധമാൽ 4. ഇന്ദ്രകുമാർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അജയ് ദേവ്ഗൻ, അർഷാദ് വാഴ്സി, റിതേഷ് ദേശ്മുഖ്, ജാവേദ് ജാഫരി, രവി കിഷൻ, സഞ്ജയ് മിശ്ര എന്നിങ്ങനെ വമ്പൻ താരനിരയും അണിനിരന്നിട്ടുണ്ട്. ചിത്രം 4 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 14,25,000 രൂപയാണ്. മഹാരാഷ്ട്രയിൽ 22,35,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ദില്ലിയിൽ 12,90,00,000 രൂപയും ഉത്തർപ്രദേശിൽ 7,90,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ 5,02,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി 92,30,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. വിദേശത്ത് $1.53 മില്യൺ, $14,61,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് തന്നെ 106,91,00,000 രൂപയാണ് സിനിമ സ്വന്തമാക്കിയത്. 135 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 81 കോടി രൂപയ്ക്കാണ്. നിലവിൽ ഒട്ടനവധി സിനിമകളുടെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഉൾപ്പെടുത്തി മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്. എന്തായാലും ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.